ഇന്ന് നമ്മൾ SCTയിലെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പേയ്മെൻറ്റ് പ്രോസസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. സോ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാനായിട്ട് അതിനകത്ത് 2-3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് പർച്ചേസ് റിക്വസ്റ്റ്, സെക്കൻഡ് ഈസ് പേയ്മെൻറ്റ് ഓതറൈസേഷൻ ആൻഡ് തേർഡ് ഈസ് പേയ്മെൻറ്റ് ക്യാപ്ചർ. ഈ 3 ട്രാൻസാക്ഷൻസാണ് മെയിനായിട്ടും പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങിനുള്ളിലുള്ളത്. ഇനിയിപ്പോൾ ഓരോന്നിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ പർച്ചേസ് റിക്വസ്റ്റ് ആണ് അതിൽ ഓൾമോസ്റ്റ് നമുക്ക് ലെങ്തി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ്. അപ്പോൾ അത് ഒരു ഒറ്റ മെസ്സേജ് അല്ല എക്സ്ചേഞ്ച് അല്ല അതിൽ വരുന്നത്, എ സീക്വൻസ് ഓഫ് മെസ്സേജ് എക്സ്ചേഞ്ചസ്. അപ്പോൾ പർച്ചേസ് റിക്വസ്റ്റ് നമ്മൾ ഈ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ആദ്യമേ നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ കാർഡ് ഹോൾഡർ എന്ത് ചെയ്തു, മർച്ചൻ്റിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നെറ്റ്വർക്ക് വഴിയോ എങ്ങനെയെങ്കിലും ബ്രൗസ് ചെയ്ത് അങ്ങനെ ഏതൊക്കെ ഐറ്റംസ് ആണ് വാങ്ങേണ്ടതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഓർഡർ കസ്റ്റമറിൻ്റെ ഓർഡർ കിട്ടി കഴിയുമ്പോൾ മർച്ചൻ്റ് എന്ത് ചെയ്യും, ഒരു ഓർഡർ ഫോം ജനറേറ്റ് ചെയ്യും. അപ്പോൾ അയാളുടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രൈസ് ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ പ്രൈസ് എത്രയാണ്, അതിൽ ക്വാണ്ടിറ്റി എത്രയാണ്, ടോട്ടൽ പ്രൈസ് എത്രയാണെന്നൊക്കെ ഡിനോട്ട് ചെയ്തിട്ട് മർച്ചൻ്റ് ഒരു ഓർഡർ ഫോം കസ്റ്റമറിന് അയച്ചു കൊടുക്കും. അപ്പോൾ മർച്ചൻ്റിന് ഓർഡർ കിട്ടുന്ന ഒരു സ്റ്റേജ് വരെ മർച്ചൻ്റ് തിരിച്ച് ഈ ഓർഡർ ഫോം കസ്റ്റമറിന് അയച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ പർച്ചേസ് റിക്വസ്റ്റ് എന്ന പ്രോസസ്സിങ്ങിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് റിക്വസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് കസ്റ്റമർ ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും പറഞ്ഞ മെസ്സേജസ് ഫോം ചെയ്ത് അയക്കുക. അതാണ് പർച്ചേസ് റിക്വസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ മെസ്സേജിൽ നടക്കേണ്ടത്. അപ്പോൾ OIPA എന്ന് നമുക്ക് എന്താണെന്ന് അറിയാം. OI എന്ന് പറഞ്ഞാൽ ഓർഡർ ഇൻഫർമേഷൻ, PA എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഓർഡർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സാധനം കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യണം, ആർക്ക് അയച്ചു കൊടുക്കണം, മർച്ചൻറ്റിന് അയച്ചു കൊടുക്കണം. അത് ബാങ്കിൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഇൻ്റർനെറ്റ് റെസിപ്പിൻ എന്ന് പറഞ്ഞാൽ ബാങ്കാണ്, അത് മർച്ചൻറ്റിന് റീഡബിൾ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 എണ്ണവും ജനറേറ്റ് ചെയ്യണം. അത് തമ്മിൽ നമ്മൾ ഡ്യുവൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുകയും വേണം. എന്നിട്ട് ഇൻ്റൻറ്റഡ് ആയിട്ടുള്ള റെസിപ്പിയൻസിന് മാത്രം ആ സാധനം എത്തിച്ചു കൊടുക്കാൻ വേണം. അപ്പോൾ അത്രയാണ് ഈ പേയ്മെൻറ്റ് പർച്ചേസ് റിക്വസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റ മെസ്സേജ് അല്ല ഞാൻ പറഞ്ഞു, അതിൽ സീക്വൻസ് ഓഫ് മെസ്സേജസ്. അപ്പോൾ പർച്ചേസ് റിക്വസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും ഫോം ചെയ്ത് മർച്ചൻറ്റിനും ബാങ്കിനും എത്തിച്ചു കൊടുക്കാം. അതാണ് അതിൻ്റെ അകത്തെ ടാസ്ക്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 സ്റ്റെപ്പായിട്ടാണ് ഇതിന് എക്സിക്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇനിഷ്യേറ്റ് റിക്വസ്റ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഇനിഷ്യേറ്റ് റെസ്പോൺസ്. ഈ നെക്സ്റ്റ് പർച്ചേസ് റിക്വസ്റ്റ്, അതിൻ്റെ റെസ്പോൺസാണ് അടുത്ത സ്റ്റെപ്പ് പർച്ചേസ് റെസ്പോൺസ്. അപ്പോൾ ഫസ്റ്റ് നോർമലി ആരായിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ കാർഡ് ഹോൾഡർ ആയിരിക്കും. അപ്പോൾ കാർഡ് ഹോൾഡർ മർച്ചൻറ്റിന് അയക്കുന്നതാണ് നമ്മളുടെ ഇനിഷ്യേറ്റ് റിക്വസ്റ്റ്. അപ്പോൾ അതിന് റിപ്ലൈ ആണ് അടുത്ത റെസ്പോൺസ്. പിന്നെ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇനിഷ്യേറ്റ് റിക്വസ്റ്റ്. അപ്പോൾ ഇനിഷ്യേറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറാണത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ആൾ, അയാളാണല്ലോ ഓർഡർ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അയാളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ ആരോടാണോ ഡീൽ ചെയ്യുന്നത്, അപ്പോൾ ആ മർച്ചൻറ്റ് ഒതൻറ്റിക് ആയിട്ടുള്ള ആളാണോ, അങ്ങനെ ഒരാളുണ്ടോ, അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഫേക്ക് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അയാളെ വെരിഫൈ ചെയ്യണം. അതായത് മർച്ചൻറ്റിനെ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് എന്ത് വേണം, സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ മർച്ചൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കസ്റ്റമറിന് ആവശ്യമുണ്ട്. സോ കസ്റ്റമർ ഫസ്റ്റ് റിക്വസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ദ മർച്ചൻറ്റ്. ഇനി ഈ റിക്വസ്റ്റിൻ്റെ കൂടെ തന്നെ ആൾ 2-3 കാര്യങ്ങൾ കൂടി അയക്കുന്നുണ്ട് ഇനിഷ്യേറ്റ് റിക്വസ്റ്റിൽ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ അക്സെപ്റ്റ് ചെയ്യും, അയാളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബ്രാൻഡ് എന്താണോ അത് ഇൻക്ലൂഡ് ചെയ്യും. ഇനി അത് കൂടാണ്ട് ഈ റിക്വസ്റ്റിനും അതിൻ്റെ കറസ്പോണ്ടിങ് റെസ്പോൺസിനും വേണ്ടിയിട്ട് ഒരു ID യൂസ് ചെയ്യും. പിന്നെ ടൈംലിനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു നോൺസ് അല്ലെങ്കിൽ ഒരു റാൻഡം വാല്യൂ കൂടി കസ്റ്റമർ ജനറേറ്റ് ചെയ്ത് അയക്കും. അപ്പോൾ നമ്മളെ പർച്ചേസ് റിക്വസ്റ്റ് എക്സ്ചേഞ്ചിൻ്റെ ടാസ്ക് PAയും OAയും ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റ് റിക്വസ്റ്റാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് കസ്റ്റമർ ആദ്യം മർച്ചൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യാം, മർച്ചൻറ്റിക്ക് ഓതൻറ്റിക് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ഇനി ആ റിക്വസ്റ്റിൻ്റെ കൂടെ തന്നെ ആൾ സ്വന്തം ക്രെഡിറ്റ് കാർഡിൻ്റെ ബ്രാൻഡ്, ഈ കറസ്പോണ്ടിങ് റിക്വസ്റ്റ് റെസ്പോൺസിനായിട്ടൊരു ID, ഇനി അതുപോലെ ടൈംലിനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു നോൺസും കൂടി അങ്ങോട്ടേക്ക് അയക്കും. അപ്പോൾ ഈ മെസ്സേജ് ആർക്ക് കിട്ടി, മർച്ചൻറ്റിന് കിട്ടി. അപ്പോൾ മർച്ചൻറ്റ് അതിന് റിപ്ലൈ ചെയ്യുന്നത് ഇനിഷ്യേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ മെസ്സേജ് വഴിയായിരിക്കും ആ റിപ്ലൈ ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഇനിഷ്യേറ്റ് റെസ്പോൺസ്. അപ്പോൾ മർച്ചൻറ്റ് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യും, എന്നിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ആ റെസ്പോൺസിനെ സൈൻ ചെയ്യും. അപ്പോൾ ആൾ സൈൻ ചെയ്യണമെങ്കിൽ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ചായിരിക്കും ആൾ സൈൻ ചെയ്യുക. അപ്പോൾ മർച്ചൻറ്റ് റെസ്പോൺസ് ജനറേറ്റ് ചെയ്തു, ആ റെസ്പോൺസിനെ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സൈൻ ചെയ്യുകയും ചെയ്തു. ഇനി ആ റെസ്പോൺസിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്, ഫസ്റ്റ് കസ്റ്റമർ ഒരു നോൺസ് അയച്ചിരുന്നല്ലോ, അപ്പോൾ ആ നോൺസ് അതേപടി ആൾ അതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ഇൻക്ലൂഡ് ദ നോൺസ് ഫ്രം ദ കസ്റ്റമർ. ഇനി അത് കൂടാണ്ട് മർച്ചൻറ്റ് സ്വന്തമായിട്ട് ഒരു നോൺസ് ജനറേറ്റ് ചെയ്ത് അതും കൂടി ആ റിട്ടേൺ മെസ്സേജിൽ ആഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് തേർഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പർച്ചേസ് ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ട്രാൻസാക്ഷൻ ID കൂടി മർച്ചൻ്റ് അതിനുള്ളിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് 3 കമ്പോണൻസ് പറഞ്ഞു. കസ്റ്റമർ അയച്ച് നോൺസ് ആഡ് ചെയ്തു, തിരിച്ച് ഇയാൾ മർച്ചൻ്റ് പുതിയൊരു നോൺസ് ജനറേറ്റ് ചെയ്ത് അതുകൂടി ആഡ് ചെയ്തു,
പിന്നെ ആ ട്രാൻസാക്ഷനെ യൂണിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ട്രാൻസാക്ഷൻ ID കൂടി ആഡ് ചെയ്തു. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഒരു കമ്പോണൻറ്റും കൂടി ആഡ് ചെയ്യും. അതായത് മെർച്ചൻറ്റിൻ്റെ റെസ്പോൺസിൽ മെർച്ചൻറ്റിൻ്റെ സിഗ്നേച്ചറും അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ കീ എക്സ്ചേഞ്ച് സർട്ടിഫിക്കറ്റും. അപ്പോൾ 2 സർട്ടിഫിക്കറ്റ്, മെർച്ചൻ്റെ സർട്ടിഫിക്കറ്റും പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ സർട്ടിഫിക്കറ്റും, പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ കീ എക്സ്ചേഞ്ചിനുള്ള സർട്ടിഫിക്കറ്റും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് റിക്വസ്റ്റിൽ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെർച്ചൻറ്റിനെ ഒതൻറ്റിക് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടി. അപ്പോൾ കസ്റ്റമർ ചോദിച്ച ആ മെർച്ചൻ്റെ സർട്ടിഫിക്കറ്റ് ആളയച്ചു കൊടുക്കുന്നു. അതുകൂടാണ്ട് ഈ ഓർഡർ ഇൻഫർമേഷനും പേയ്മെൻറ്റ് ഇൻഫർമേഷനും ഉള്ളതിൽ ഈ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആർക്കാണ് പോകേണ്ടത്? പേയ്മെൻറ്റ് ഗേറ്റ്വേക്കാണ് പോകേണ്ടത്. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ കീ എക്സ്ചേഞ്ച് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഇനിഷ്യേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആർക്കയക്കും? മെർച്ചൻറ്റ് കസ്റ്റമറിന് അയക്കും. അപ്പോൾ ഇനിഷ്യേറ്റ് റിക്വസ്റ്റ് ആദ്യം കസ്റ്റമർ മെർച്ചൻറ്റിന് അയച്ചു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആണ് ഇനിഷ്യേറ്റ് റെസ്പോൺസ്. അപ്പോൾ മെർച്ചൻ്റെ റിപ്ലൈയിൽ എന്തൊക്കെ ഉണ്ടാവും? കസ്റ്റമർ അയച്ച നോൺസ്, പിന്നെ ഇയർലായിട്ട് ആഡ് ചെയ്യുന്ന അഡീഷണൽ ഒരു നോൺസ് വാല്യൂ കൂടി, പിന്നെ ട്രാൻസാക്ഷൻ ID, പിന്നെ മെർച്ചൻറ്റിൻ്റെ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റും പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ കീ എക്സ്ചേഞ്ച് സർട്ടിഫിക്കറ്റും. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇത് 2 കിട്ടിക്കഴിയുമ്പോൾ കാർഡ് ഹോൾഡറിന് എന്ത് വെരിഫൈ ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ മെർച്ചൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ മെർച്ചൻറ്റിനെ വെരിഫൈ ചെയ്യാം. അതുപോലെ പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ കീ എക്സ്ചേഞ്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ആളെയും വെരിഫൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആൾക്ക് OIയും PIയും ജനറേറ്റ് ചെയ്യാം. So cardholder verifies the merchant and gateway certificates by means of their respective signatures and then creates the OI and PI. ഇനി നേരത്തെ മെർച്ചൻ്റെ റിപ്ലൈയിൽ ഒരു ട്രാൻസാക്ഷൻ ID ഉണ്ടായിരുന്നു. അത് ഈ ഓർഡർ ഇൻഫർമേഷൻ്റെ അകത്തും പേയ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ അകത്തും രണ്ടിലും അത് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യും, ഈ ട്രാൻസാക്ഷൻ ID. ഇനി ശരിക്കും ഓർഡറിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഓർഡർ ഉണ്ടാവില്ല, ആ ഓർഡറിലേക്കുള്ളൊരു റെഫറൻസ് ആയിരിക്കും ശരിക്കും OIയുടെ ഉള്ളിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ OI എന്ന് പറഞ്ഞാൽ എയിം ചെയ്യുന്നത് മെർച്ചൻറ്റിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ PI എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ കസ്റ്റമർ നേരെ പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് അല്ല കൊടുക്കുക, കസ്റ്റമർ മെർച്ചൻറ്റിനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ മെർച്ചൻ്റ് അത് റീഡബിൾ ആവില്ല, മെർച്ചൻ്റ് അതിനെ ഫോർവേഡ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ പർച്ചേസ് റിക്വസ്റ്റ് എക്സ്ചേഞ്ചിലെ 2 സ്റ്റെപ്പുകൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഇനിഷ്യേറ്റ് റിക്വസ്റ്റ്, ആദ്യം അത് കസ്റ്റമർ മെർച്ചൻറ്റിന് അയച്ചു, അതിൻ്റെ റെസ്പോൺസാണ് ഇനിഷ്യേറ്റ് റെസ്പോൺസ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ OIയും PIയും ആരുണ്ടാക്കും? കസ്റ്റമർ ഉണ്ടാക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ കോർ ആയിട്ടുള്ള സ്റ്റെപ്പ്, പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ്. അപ്പോൾ ഈ പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കസ്റ്റമർ അല്ലെ കാർഡ് ഹോൾഡർ പ്രിപ്പയർ ചെയ്യും. ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു കമ്പോണൻറ്റ് കൂടി ഉപയോഗിക്കും. നമ്മളിവിടെ അയക്കുന്ന ആ മെസ്സേജ് പോർഷൻ പ്ലെയിൻ അല്ല, എൻക്രിപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ എൻക്രിപ്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സിമെട്രിക് എൻക്രിപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കാൻ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കീ കൂടി ഈ കാർഡ് ഹോൾഡർ ജനറേറ്റ് ചെയ്യും. ഇനി പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ 3 കമ്പോണൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ ആ മെസ്സേജിൽ 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ, സെക്കൻഡ് ഈസ് ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് തേർഡ് ഈസ് കാർഡ് ഹോൾഡേഴ്സ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതിന് ഓരോന്നിലും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഇത്രയും പോർഷൻസാണ് പർച്ചേസ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ. ഇത് ആർക്ക് വേണ്ടിയുള്ളതായിരിക്കും? നമ്മളുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് വേണ്ടിയുള്ളതായിരിക്കും പർച്ചേസ്. അപ്പോൾ P for പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് എഴുതിയാൽ മതി. ഇനി അതുപോലെ അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ആണെങ്കിൽ ആൾക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? OI ആണോ PI ആണോ? ഓർഡർ ഇൻഫർമേഷൻ പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ആവശ്യമില്ല. പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആർക്ക് ആവശ്യമുള്ളൂ? പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആൾക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ PIയും ഈ OIയും കസ്റ്റമർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാർഡ് ഹോൾഡർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ പർച്ചേസ് റിക്വസ്റ്റ് മെസ്സേജ് വഴി. അപ്പോൾ PI പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷനിൽ ആഡ് ചെയ്തു, OI ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷനിൽ ആഡ് ചെയ്തു. പിന്നെ രണ്ടിൽ നമ്മൾ എന്താ ആഡ് ചെയ്തേക്കുന്നത്? ഡ്യുവൽ സിഗ്നേച്ചർ രണ്ടിടത്തും ആഡ് ചെയ്തു. ഇനി തേർഡ് കമ്പോണൻ്റ് ആയിട്ട് രണ്ടിലും നമ്മൾ ആഡ് ചെയ്ത ഇൻഫർമേഷൻ PI ആണല്ലോ ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ OI നമുക്ക് ബാങ്കിന് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ആവശ്യമില്ല, അതുകൊണ്ട് വെരിഫിക്കേഷന് വേണ്ടി മാത്രം OIയുടെ മെസ്സേജ് ഡൈജസ്റ്റ് ആഡ് ചെയ്തു. ഇനി അതുപോലെ ഇവിടെ നമുക്ക് ഇത് മെർച്ചൻറ്റിന് വേണ്ടിയുള്ളതാണ് ഈ ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ മെർച്ചൻറ്റിന് പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആവശ്യമില്ല, അപ്പോൾ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും വെരിഫിക്കേഷന് വേണ്ടി PI MD നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് മറ്റിടത്ത് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് കരുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ PI ആഡ് ചെയ്തു, ഡ്യുവൽ സിഗ്നേച്ചർ ആഡ് ചെയ്തു, ദെൻ OIയുടെ മെസ്സേജ് ഡൈജസ്റ്റ് ആഡ് ചെയ്തു. അതുപോലെ ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷനിൽ ഫസ്റ്റ് ഓർഡർ ഇൻഫർമേഷൻ ആഡ് ചെയ്തു, ഡ്യുവൽ സിഗ്നേച്ചർ ആഡ് ചെയ്തു, പിന്നെ ഇവിടെ OI ആണ് നമ്മൾ ആഡ് ചെയ്തത്, അപ്പോൾ PI MD ആഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷൻ. ഈ 3 കമ്പോണൻസേ ഉള്ളൂ. ഇനി പർച്ചേസ് റിലേറ്റഡിൽ കുറച്ചുകൂടി പ്രോസസ്സിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത്രയും പോർഷൻ ആർക്കുള്ള നേരെ നമ്മളുടെ മെർച്ചൻറ്റിന് റിസീവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ വേറെ നമ്മൾ അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട. ഇനി ഇപ്പോഴത്തെ പോർഷൻ എന്താണ്? പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ നമ്മളെ പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ഉള്ളതാണ്. അപ്പോൾ അത് പ്ലെയിൻ ആയിട്ടായിരിക്കില്ല നമ്മൾ അയക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ 1 2 3 ABCനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നിച്ചാക്കിയിട്ട് എൻക്രിപ്റ്റ് ചെയ്യും.
എൻക്രിപ്ഷന് വേണ്ടിയിട്ടാണ് KS എന്ന് പറഞ്ഞ സിമെട്രിക് കീ നമ്മൾ ഉപയോഗിക്കും. സിമെട്രിക് എൻക്രിപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് KS എന്ന് പറഞ്ഞ കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ എൻക്രിപ്റ്റ് ചെയ്തതിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി ആ എൻക്രിപ്റ്റഡ് മെസ്സേജ് ആർക്ക് എയിം ചെയ്യുന്നത്? നമ്മളെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് എയിം ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ മാത്രമേ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ KS എന്ന് പറഞ്ഞ സിമെട്രിക് കീ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ നെക്സ്റ്റ് ഫോം ചെയ്യുന്നതാണ് ഈ ഡിജിറ്റൽ എൻവലപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ KS എന്ന് പറഞ്ഞ സീക്രട്ട് കീ സിമെട്രിക് കീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻക്രിപ്റ്റ് ചെയ്യുന്നു വിത്ത് ദ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് പബ്ലിക് കീ എക്സ്ചേഞ്ച് കീ. നിങ്ങൾ നേരത്തെ മെസ്സേജ് ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളതിൻ്റെ അകത്ത് കണ്ടോ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ കീ എക്സ്ചേഞ്ച് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിരുന്നു ആർക്ക്? കസ്റ്റമറിന്. ഈ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആൾക്ക് ഗേറ്റ് വേയുടെ പബ്ലിക് സർട്ടിഫിക്കറ്റ് കിട്ടും, പബ്ലിക് കീ കിട്ടും. അപ്പോൾ ആ പബ്ലിക് കീ ഉപയോഗിച്ചിട്ട് ആൾ ഈ സിമെട്രിക് കീനെ എൻക്രിപ്റ്റ് ചെയ്ത് ഒരു ഡിജിറ്റൽ എൻവലപ്പ് കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ റിസീവർ സൈഡിൽ കിട്ടുമ്പോൾ ഈ ഡിജിറ്റൽ എൻവലപ്പ് ആദ്യം ഓപ്പൺ ചെയ്യാതെ ഡീക്രിപ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് ആൾക്ക് എന്ത് കിട്ടും? KS കിട്ടും. ഇനി ആ KS ഉപയോഗിച്ച് ഇതിനെ മൂന്നിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് മാത്രമേ ഈ ഒരു പോർഷൻ റീഡബിൾ ആവുള്ളൂ. ഇനി ഇപ്പോൾ 3 ഇൻഫർമേഷനാണ് നമ്മൾ പർച്ചേസ് റിക്വസ്റ്റിലുള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് വണ്ണ് പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ ആയിരുന്നു ഇത്രയും. സെക്കൻഡ് ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷൻ ആൻഡ് തേർഡ് ഈസ് ദ കാർഡ് ഹോൾഡേഴ്സ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കമ്പോണൻസ് നമ്മൾ ഒരൊറ്റ ഫിഗറിലാക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ് നെക്സ്റ്റ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് നമ്മളുടെ പർച്ചേസ് റിലേറ്റഡ് പ്രോസസ്സിങ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്? PIയും ഡ്യുവൽ സിഗ്നേച്ചറും OIMD ആണുള്ളത്. അതാണ് ഈ കാണിച്ചേക്കുന്ന 3 പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ഉണ്ട്, ഡ്യുവൽ സിഗ്നേച്ചർ ഉണ്ട്, OIMD ഉണ്ട്. ഇതിനെ 3 നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റഡ് വിത്ത് സിമെട്രിക് കീ KS. അപ്പോൾ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു KS എന്ന് പറഞ്ഞ സിമെട്രിക് കീ ഉപയോഗിച്ച്. അപ്പോൾ ആ എൻക്രിപ്റ്റഡ് മെസ്സേജാണ് ഈ കാണുന്ന പോർഷൻ. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ അയക്കുന്ന റിക്വസ്റ്റിലുള്ളത്. ഇനി അതിൻ്റെ താഴെ എന്താ ഉള്ളതെന്ന് നോക്കിയേ. ഇത് ഡിജിറ്റൽ എൻവലപ്പ്. ഈ ഡിജിറ്റൽ എൻവലപ്പ് എങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നത്? നമ്മൾ എൻക്രിപ്ഷന് വേണ്ടി ഉപയോഗിച്ച കീ KSനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാണ്. എന്തുപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നത്? യൂസിങ് PUB. ഈ PUB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നമ്മളുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പബ്ലിക് കീ എക്സ്ചേഞ്ച് കീ. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പബ്ലിക് കീ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സിമെട്രിക് കീനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ആ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡിജിറ്റൽ എൻവലപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പബ്ലിക് കീ വെച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്താൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ആൾക്കത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റിസീവർ സൈഡിൽ കിട്ടുമ്പോൾ ഈ 2 പോർഷൻ കണ്ടല്ലോ, ഇവിടെ കണ്ടോ, പാസ്ഡ് ഓൺ ബൈ ദ മെർച്ചൻറ്റ് ടു ദ പേയ്മെൻറ്റ് ഗേറ്റ് വേ. ഈ ഫുൾ മെസ്സേജ് നമ്മളുടെ മെർച്ചൻറ്റിനാണ് കൊടുക്കുന്നത്. പക്ഷേ മെർച്ചൻറ്റിന് ഈ രണ്ടും റീഡബിൾ ആവില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു പോർഷൻ എൻക്രിപ്റ്റഡ് ആണ് യൂസിങ് KS. ഈ KS എന്ന് പറഞ്ഞാൽ മെർച്ചൻറ്റിൻ്റെ കയ്യിലില്ല. അപ്പോൾ ആൾക്ക് ഇത് റീഡ് ചെയ്യാൻ പറ്റില്ല. ഈ നെക്സ്റ്റ് കാണുന്നത് എന്താണ്? ഡിജിറ്റൽ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഇതും എൻക്രിപ്റ്റഡ് ആണ്. പക്ഷേ എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പേയ്മെൻറ്റ് ഗേറ്റ് വേയുടെ പബ്ലിക് കീ ഉപയോഗിച്ചാണ് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് മെർച്ചൻറ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും മെർച്ചൻറ്റിന് ഒന്നും ചെയ്യാനില്ല. ആളെന്ത് ചെയ്യും? ഡയറക്റ്റ്ലി എടുത്ത് പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് എന്ത് ചെയ്യാം? സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ആദ്യം ഇത് ഡീക്രിപ്റ്റ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് വാസ് എൻക്രിപ്റ്റഡ് യൂസിങ് പബ്ലിക് കീ ഓഫ് ഗേറ്റ് വേ. അപ്പോൾ ഗേറ്റ് വേയുടെ പബ്ലിക് കീ കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ഗേറ്റ് വേ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് തന്നെ ഡീക്രിപ്റ്റ് ചെയ്തെടുത്തു. ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആൾക്ക് എന്ത് കിട്ടും? ഈ KS കിട്ടും. ആ KS ഉപയോഗിച്ച് ആൾക്ക് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ ഈ 3 കമ്പോണൻസും കിട്ടും. അപ്പോൾ അത് ആർക്ക് കിട്ടുള്ളൂ? പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ അത്രയാണ് ഈ മുകളിലത്തെ പോർഷൻ, ഈ 2 കമ്പോണൻസ്. ഇനി റിക്വസ്റ്റിൽ ഇനി ബാക്കി താഴേക്കുള്ള പോർഷൻ, അതായത് PIMD, OI, ഡ്യുവൽ സിഗ്നേച്ചർ. ഈ 3 എണ്ണത്തിനെയാണ് നമ്മൾ പറയുന്നത് ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത് 3ഉം ഡയറക്റ്റ്ലി ആർക്കാണ് പോകുന്നത്? മെർച്ചൻറ്റിനായിരിക്കും പോകുന്നത്. അത് മെർച്ചൻറ്റിന് എടുത്ത് പ്രോസസ്സ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് തേർഡ് കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ കാർഡ് ഹോൾഡറിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ 3 ഇൻഫർമേഷനാണ് പർച്ചേസ് റിക്വസ്റ്റിൽ എന്ന് പറഞ്ഞാൽ മെസ്സേജിൽ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് പോർഷൻ പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ, പിന്നെ സെക്കൻഡ് ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷൻ, പിന്നെ കാർഡ് ഹോൾഡറിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ മെസ്സേജ് ആർക്ക് കിട്ടും? മെർച്ചൻറ്റിന് കിട്ടും. ഇനി മെർച്ചൻറ്റിന് ഇതുപയോഗിച്ച് വെരിഫൈ ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ പർച്ചേസ് റിക്വസ്റ്റിനെ മെർച്ചൻറ്റ് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ട ഇതേ മെസ്സേജാണ് നമ്മളിവിടെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത് നോക്കണ്ടേ. അപ്പോൾ മെർച്ചൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക പർച്ചേസ് റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, മെർച്ചൻറ്റ് വെരിഫൈസ് ദ കാർഡ് ഹോൾഡർ സർട്ടിഫിക്കറ്റ് ബൈ മീൻസ് ഓഫ് ഇറ്റ് CA സിഗ്നേച്ചർ. നമ്മൾ കാർഡ് ഹോൾഡറിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് കസ്റ്റമറിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കസ്റ്റമറിന് എന്ത് കിട്ടും? പബ്ലിക് കീ കിട്ടും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, പബ്ലിക് കീ ഓഫ് കസ്റ്റമർ. ഇനി he verifies the dual signature using the customer's public signature key. അപ്പോൾ നെക്സ്റ്റ് ആൾ ചെയ്യുന്നത് ഡ്യുവൽ സിഗ്നേച്ചറിനെ വെരിഫൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്യുവൽ സിഗ്നേച്ചർ ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് നമ്മൾ ഡ്യുവൽ സിഗ്നേച്ചർ ചെയ്യുന്ന പ്രോസസ്സ്.
അപ്പോൾ പി ഐ എടുത്തു, ഒ ഐ എടുത്തു, രണ്ടിനും നമ്മൾ SHA-1 ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ പി ഐയുടെ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി, ഒ ഐയുടെ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി, രണ്ടും കൂടി കോൺകാഡിനേറ്റ് ചെയ്തു, ഒന്നുകൂടി അതിന് ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പം പേയ്മെൻറ്റ് ഓർഡർ കമ്പൈൻഡ് ആയിട്ടുള്ള മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി. ഇനി അതിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാണ്. എന്ത് വെച്ചിട്ടാണ്? പ്രൈവറ്റ് കീ ഓഫ് ദ കാർഡ് ഹോൾഡർ. അയക്കുന്ന കാർഡ് ഹോൾഡറാണല്ലോ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ആളുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചാണ് ഇവിടെ ഡ്യുവൽ സിഗ്നേച്ചർ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡ്യുവൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ഉപയോഗിക്കണം? ഇതിൻ്റെ കറസ്പോണ്ടിങ് പബ്ലിക് കീ ഉപയോഗിക്കണം. ആ പബ്ലിക് കീ ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ കാർഡ് ഹോൾഡറിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ആളുടെ പബ്ലിക് കീ കിട്ടും. അപ്പോൾ ഇവിടെ കാർഡ് ഹോൾഡർ സർട്ടിഫിക്കറ്റിൽ നിന്ന് പബ്ലിക് കീ കിട്ടി. അപ്പോൾ ആ പബ്ലിക് കീ ഉപയോഗിച്ച് ഈ ഡ്യുവൽ സിഗ്നേച്ചറിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഈ എൻക്രിപ്ഷൻ മുമ്പ് എന്തായിരുന്നു? ഇതായിരിക്കില്ല നമുക്ക് കിട്ടുക. അപ്പോൾ എന്താ കിട്ടിയേ? POMD കിട്ടും. അതായത് പേയ്മെൻറ്റ് ഓർഡർ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി. അപ്പോൾ അതിനെ അവിടെ കീപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ്, ഈ രണ്ട് പോർഷൻ മെർച്ചൻറ്റിന് ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? രണ്ടും എൻക്രിപ്റ്റഡ് ആണ്. അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ ഗേറ്റ്വേക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരെ അത് പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് ഫോർവേഡ് ചെയ്യും. ഇനി ഇവിടെയുള്ള ഈ രണ്ട് കമ്പോണൻസ് PIMD ഉണ്ട്, OI ഉണ്ട്. അപ്പോൾ ഈ OIക്ക് ആദ്യം ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ഓർഡർ ID ഇൻഫർമേഷൻ്റെ മെസ്സേജ് ഡൈജസ്റ്റ് കിട്ടി. പേയ്മെൻറ്റ് ഇൻഫർമേഷൻ്റെ മെസ്സേജ് ഡൈജസ്റ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി അത് രണ്ടും കൂടി കോൺകാഡിനേറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഹാഷ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക? POMD കിട്ടും. അതായത് പേയ്മെൻറ്റിൻ്റെയും ഓർഡറിൻ്റെയും മെസ്സേജ് ഡൈജസ്റ്റ്. ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഡ്യുവൽ സിഗ്നേച്ചറിലുള്ള POMD തന്നെയാണോ ഈ കിട്ടിയേക്കതിൽ നിന്ന് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ മെർച്ചൻ്റെ കയ്യിൽ കിട്ടിയ മെസ്സേജിൽ PIMD ഉണ്ട്, OI ഉണ്ട്. അതിൽ നിന്ന് POMD റീകമ്പ്യൂട്ട് ചെയ്യാം. ഞാൻ റീകമ്പ്യൂട്ടഡ് POMDയും ഡ്യുവൽ സിഗ്നേച്ചറിൽ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ POMDയും ഐഡൻറ്റിക്കൽ ആണെന്നുള്ളത് കമ്പയർ ചെയ്ത് നോക്കുക. അതാണ് മെർച്ചൻ്റ് ചെയ്യേണ്ടത്. സോ ഹി വെരിഫൈസ് ദ ഡ്യുവൽ സിഗ്നേച്ചർ യൂസിങ് ദ കസ്റ്റമേഴ്സ് പബ്ലിക് സിഗ്നേച്ചർ കീ. അപ്പോൾ ആ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഹി പ്രോസസ് ദ ഓർഡർ ആൻഡ് ഫോർവേഡ്സ് ദ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ടു ദ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഫോർ ഓതറൈസേഷൻ. ഇനി മെർച്ചൻ്റ് ഇത് കറക്റ്റാണ് വെരിഫൈ ചെയ്തു, എന്നിട്ട് ഗേറ്റ്വേയിലേക്ക് അയക്കാനുള്ളതും അയച്ചു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ഈ കിട്ടിയ മെസ്സേജിന് ഒരു റിപ്ലൈ ആർക്ക് കൊടുക്കണം? കസ്റ്റമറിന് കൊടുക്കണം. ഹി സെൻഡ്സ് എ പർച്ചേസ് റെസ്പോൺസ് ടു ദി കാർഡ് ഹോൾഡർ ആസ് എ ഫോർത്ത് സ്റ്റെപ്പ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ പർച്ചേസ് റെസ്പോൺസ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു റെസ്പോൺസ് ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഈ കിട്ടിയ ഓർഡറിനെ അക്നോളജ് ചെയ്യണം അതിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ ട്രാൻസാക്ഷൻ നമ്പറിനെ അതിനകത്ത് റെഫർ ചെയ്യുകയും ചെയ്യും. ഇനി ഈ റെസ്പോൺസ് ആരയക്കുന്നത്? മെർച്ചൻ്റാണ് റെസ്പോൺസ് തിരിച്ച് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ മെർച്ചൻ്റെ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സൈൻ ചെയ്തിട്ടാണ് ഇത് അയക്കുന്നത്. ഇനി ഈ ബ്ലോക്കും സിഗ്നേച്ചറും റെസ്പോൺസ് ബ്ലോക്കും അതിൻ്റെ മെർച്ചൻ്റ് സൈൻ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സൈൻ ചെയ്ത സിഗ്നേച്ചറും കൂടി കസ്റ്റമറിന് തിരിച്ചയച്ചു കൊടുക്കുന്നു, along with merchant's signature certificate. ഇനി കാർഡ് ഹോൾഡറിൻ്റെ കയ്യിൽ ഈ സാധനം തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ റെസ്പോൺസ് കിട്ടിക്കഴിയുമ്പോൾ ആൾക്ക് എന്ത് വെരിഫൈ ചെയ്യാൻ പറ്റും? മെർച്ചൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റും. മെർച്ചൻ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ റെസ്പോൺസിനുള്ളിൽ അയക്കുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് സ്റ്റെപ്പ്, അതായത് നാലാമത്തെ സ്റ്റെപ്പ്, അതിനുള്ളിൽ മെർച്ചൻ്റ് ഒരു റെസ്പോൺസ് ബ്ലോക്ക് കസ്റ്റമറിന് തിരിച്ചയക്കുന്നു, അല്ലെങ്കിൽ കാർഡ് ഹോൾഡറിനെ അയക്കുന്നു. അപ്പോൾ കിട്ടിയ ഓർഡറിനെ അക്നോളജ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അതിനകത്ത് കറസ്പോണ്ടിങ് ട്രാൻസാക്ഷൻ നമ്പർ കൂടി റെഫർ ചെയ്യും. എന്നിട്ട് ഈ ബ്ലോക്ക് പ്ലെയിൻ ആയിട്ടല്ല അയക്കുന്ന മെർച്ചൻറ്റിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് സൈൻ ചെയ്തിട്ടാണ് അയക്കുക. ഇനി ബ്ലോക്കും സിഗ്നേച്ചറും കൂടി കസ്റ്റമറിന് അയച്ചു. ഇനി അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ആൾ സ്വന്തം സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് കൂടി അയക്കുന്നുണ്ട്. ഇനി കാർഡ് ഹോൾഡറിൻ്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആൾക്ക് മെർച്ചൻറ്റിനെ വെരിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് മെർച്ചൻറ്റിന് എന്ത് കിട്ടും? പബ്ലിക് കീ കിട്ടും. ആ പബ്ലിക് കീ കിട്ടിക്കഴിഞ്ഞാൽ ഈ സിഗ്നേച്ചറിനെ ആൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. സൈൻ ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? മെർച്ചൻറ്റിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് സൈൻ ചെയ്തേക്കുന്നത്. മെർച്ചൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ മെർച്ചൻറ്റിൻ്റെ പബ്ലിക് കീ അതിൽ നിന്ന് കിട്ടും. ആ പബ്ലിക് കീ കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈൻ ചെയ്തേക്കുന്നത് ഡീക്രിപ്റ്റ് ചെയ്ത് ആൾക്കെടുക്കാൻ പറ്റും. ആൻഡ് ഹി ദെൻ വെരിഫൈസ് ദ സിഗ്നേച്ചർ ഓൺ ദ റെസ്പോൺസ് ബ്ലോക്ക്. അപ്പോൾ കിട്ടിയത് കറക്റ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ടേക്സ് സം ആക്ഷൻ ബേസ്ഡ് ഓൺ ദ റെസ്പോൺസ്, such as displaying a message to the user അല്ലെങ്കിൽ ഡാറ്റാബേസിൽ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദ സ്റ്റെപ്സ് നീഡഡ് ഫോർ ദ ട്രാൻസാക്ഷൻ പർച്ചേസ് റിക്വസ്റ്റ്. അപ്പോൾ പർച്ചേസ് റിക്വസ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ മെസ്സേജ് അല്ല, 4 മെസ്സേജസാണ് അതിനുള്ളിൽ വരുന്നത്. ആദ്യം ഇനിഷ്യേറ്റ് റിക്വസ്റ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ്, പിന്നെ നമ്മൾ പർച്ചേസ് റിക്വസ്റ്റ് അയക്കുന്നു. ആ പർച്ചേസ് റിക്വസ്റ്റിൻ്റെ അകത്ത് തന്നെ 3 ടൈപ്പ് ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പർച്ചേസ് റിലേറ്റഡ് ഇൻഫർമേഷൻ, പിന്നെ ഒന്ന് ഓർഡർ റിലേറ്റഡ് ഇൻഫർമേഷൻ, പിന്നെ ഒന്ന് കാർഡ് ഹോൾഡറിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത് 3 കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ പർച്ചേസ് റിക്വസ്റ്റ് അയക്കുന്നു. ആ റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ മെർച്ചൻ്റ് അത് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുന്നു. അതിൽ നിന്ന് പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് പോകേണ്ട സാധനങ്ങൾ ഗേറ്റ്വേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ബാക്കിയുള്ളതിൽ നിന്ന് POMD കറക്റ്റ് ആണോ എന്നുള്ളത് ഡ്യുവൽ സിഗ്നേച്ചറിൽ നിന്ന് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നതും അവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നതും കൂടി
മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും ലാസ്റ്റ് സ്റ്റെപ്പായ പർച്ചേസ് റെസ്പോൺസ് തിരിച്ച് കസ്റ്റമറിന് അയച്ചു കൊടുക്കും. സോ ദാറ്റ്സ് ഓൾ ഓഫ് the purchase request exchange in SCT payment processing.